മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. തനു, ഞാൻ നിന്നെ... രാത്രിയുടെ തണുപ്പിലും ഉടലിന്റെ ചൂടിലും വിറപൂണ്ട അവന്റെ ശബ്ദത്തെ പകുതിയിൽ വെച്ച് തന്റെ ചൂണ്ടുവിരലിനാൽ തടഞ്ഞു അവൾ. ഒരു സമ്മതം ചോദിക്കലിന്റെ ആവശ്യം പോലും നമുക്കിടയിൽ വേണ്ട എന്ന പോലെ. അവന്റെ നേർക്ക് മിഴികൾ ഉയർത്താൻ പോലും കഴിയാതെ നിറഞ്ഞ മിഴികളോടെയും വിറപൂണ്ട അധരങ്ങളോടെയും അവൾ നിന്നു. തന്റെ ഉടലിൽ മുറുകുന്ന അവന്റെ കരസ്പർശനത്തിൽ നിന്ന് തന്നെ അവൾക്ക് അറിയാമായിരുന്നു അവൻ തന്നെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ഇരു ഹൃദയങ്ങളും ഒന്ന് ചേർന്ന് മിടിക്കാൻ വെമ്പൽ പൂണ്ടു. താമരീതളുകളാൽ തീർത്ത മെത്തയിലേക്ക് അമർന്ന് നെറുകയിൽ തീർത്ത സ്നേഹചുംബനം പതിയെ കവിളുകളിലേക്ക് നീങ്ങിയപ്പോൾ, അത് കഴുത്തിൽ പതിഞ്ഞപ്പോൾ, പതിയെ വിറയാർന്ന അവിടെ അദ്രങ്ങളിൽ മുദ്രണം തീർത്തപ്പോൾ, തന്റെ മേൽ പടരുവാൻ പോയ അവിടെ കൈകൾ അവൻ കൊരുത്തെടുത്തു. പ്രണയത്തിൻ പൂർണ്ണതയിൽ ഇരുമയും ഒന്നാകുമ്പോഴും വിയർപ്പ് കണങ്ങളാൽ ഒന്നായി അലിഞ്ഞു ചേർന്ന് ഒലിച്ചിറങ്ങുമ്പോഴും കോർത്തു പിടിച്ച കൈകൾ ഒന്നുകൂടി മുറുകി. ഇനിയൊരിക്കലും പിരിയില്ലെന്ന പോലെ. നിലാവെളിച്ചത്തിൽ അവന്റെ വിയർത്തൊട്ടിയ മാറിൽ തലയായിച്ച് മഴമുകിലുകൾ മാറിത്തെളിഞ്ഞ ആകാശത്തിലെ നക്ഷത്ര ശോഭയെ നോക്കി കിടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ സ്വയം സമർപ്പണത്തിന്റെ ആത്മസംതൃപ്തിയിൽ നിറഞ്ഞൊഴുകി. അത് അവന്റെ നെഞ്ചിനെ നനച്ചതും അവനവിടെ താടിത്തുമ്പുയർത്തി നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. ഇനിയും മിഴികൾ നിറയരുത്, ഞാനുണ്ട് നിനക്ക്. അന്നും ഇന്നും ഇന്നും ഒന്നേ പറയാനുള്ളൂ, കൂടെ ഉണ്ടാവും. ഈ നെഞ്ചിലെ ശ്വാസം നിൽക്കുന്നവരെ ഒരു കാവലായി. അവളുടെ വിരലുകൾ അരുതാത്ത എന്തോ കേട്ട പോലെ അവന്റെ വാക്കുകളെ തടഞ്ഞതും ആ വിരലുകളിൽ ഒരു നനുത്ത ചുംബനമേകിക്കൊണ്ടാണ് അവൻ അതിന് മറുപടി പറഞ്ഞത്. ആ മൃദുസ്പർശം പോലും അവനിൽ വീണ്ടും വികാരത്തിന്റെ അലയൊലികൾ തീർത്തപ്പോൾ ഉടലിലെ ചൂടൊരഗ്നിയായി വീണ്ടും സിരകളിൽ പടർന്നു കയറി. ആ ജ്വാലകൾ അവളുടെ മൂർത്താവിൽ സിന്ദൂരം പടർത്തിയപ്പോൾ, കവിളിണകളിൽ പ്രണയത്തിന്റെ കവിത രചിച്ചപ്പോൾ, ഒന്നാവാൻ വെമ്പിയ ഉടലിനെ പ്രണയത്തിൻ ചൂടിനാൽ വാരിപ്പുണരുമ്പോൾ ഇരു ഹൃദയങ്ങളെയും അനുരാഗത്തിൻ നൂലിനാൽ കോർത്തിണക്കിക്കൊണ്ട് പ്രണയത്തിൻ പുതുമഴ പെയ്തിറങ്ങി ഒരിക്കൽ കൂടി. രാവിലെ കണ്ണിലേക്ക് വെളിച്ചടിച്ചപ്പോഴാണ് ഋഷി എഴുന്നേറ്റത്. നോക്കുമ്പോൾ അരികിൽ തനുവില്ല. എന്തൊക്കെയോ ഓർമ്മകളിൽ ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചിരിയോടെ പുതപ്പ് മാറ്റി ഷർട്ട് എടുത്തിട്ട് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി. ഗുഡ് മോർണിംഗ് ഏട്ടാ. ഋഷിയെ കണ്ടതും ചിരി കടിച്ചു പിടിച്ച് ആദ്യം വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു. ഋഷിക്കൊന്നും മനസ്സിലായില്ല. ദീയും അവനെ കണ്ടൊന്നും ഞെട്ടി. അവന് മുഖം പോലും കൊടുക്കാതെ പോയി. ഉണ്ണിയുടെ മുഖത്ത് നോക്കിയപ്പോഴും ചിരി അമർത്തി പിടിച്ച ഭാവം. അപ്പോഴാണ് ഋഷി തന്നെ നോക്കി കണ്ണു തള്ളി സോഫയിലിരിക്കുന്ന മനുവിനെ കണ്ടത്. ഈ കുരിശ് ഇന്നലെ പോയില്ലായിരുന്നോ? ഋഷി താടി ഉറിഞ്ഞുകൊണ്ട് പിറുവിറുത്തു. ഇല്ലടാ, പോയില്ല. അതല്ലേ ഈ കാഴ്ച കണ്ടൂരിക്കെ കാണാൻ പറ്റിയത്. ബൈ ഇന്നലെ കത്തുകളിയായിരുന്നോ? നല്ല കത്തിവേഷം. മനുരുളക്കുപ്പേരി പോലെ ഋഷി ആകമൊത്ത് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു. അതിനെന്തോ വേണ്ടെന്നാ? ഋഷി തന്നെ നോക്കി വല്ലാത്ത ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരെയും മാറി മാറി നോക്കി. ഇതിൽ കൂടുതൽ എന്ത് കാണാനാളിയാ? പ്രായപൂർത്തിയായ തീപ്പൊരി പോലത്തെ 3 ആമ്പിള്ളേര് നിരന്നു നിൽപ്പുണ്ടെന്നുള്ളത് പോട്ടെ, ആ മുത്തിയെങ്ങാനിത് കണ്ട അല്ലെങ്കിൽ കിളവിക്ക് ഇളക്കം കൂടുതലാ. ഇതൂടെ കണ്ട തീർന്നു. മനു നെഞ്ചത്ത് കൈയും വെച്ച് മേൽപോട്ട് നോക്കി നിന്നു. ഋഷി കാര്യം മനസ്സിലാവാതെ അടുക്കളയിലേക്ക് തനുവിനെ ഒന്ന് ഒളിഞ്ഞു നോക്കി. ദർശന പുണ്യം നേടി നേരെ മുറിയിലേക്കും പോയി. കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് മനുവിന്റെ ഡയലോഗിന്റെ പൊരുള് മനസ്സിലായത്. മുഖം നിറയെ അവിടെ സിന്ദൂരം പടർന്നിരിക്കുന്നു. സുഖമുള്ള ഓർമ്മകൾ അവനിൽ വീണ്ടും വീണ്ടും പ്രണയത്തിന്റെ പുഞ്ചിരി വിരിയിച്ചു. ആ ചെറുചിരിയോടെ അവൻ മൂളിപ്പാട്ടും പാടി കുളിക്കാൻ കയറി. രാവിലെ എല്ലാവരും കൂടിയാണ് പ്രാതൽ കഴിക്കാനിരുന്നത്. ഋഷിയുടെ കണ്ണുകൾ അപ്പോഴും അനുസരണയില്ലാതെ തനുവിനെ തേടി ചെന്നുകൊണ്ടേയിരുന്നു. അവളാണെങ്കിൽ അവന് മുഖം പോലും കൊടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. ആളിയോ, ഇന്നലെ ഊറ്റിയ പോരായിട്ടാണോ ഇന്ന് ഊറ്റുന്ന്? ഋഷിയുടെ നോട്ടവും ഭാവം കണ്ട് മനു ചോദിച്ചു. എന്ത്? ഋഷി ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അല്ല, ചോര. എന്റെ ഭാര്യ എന്റെ കണ്ണ്, ഞാൻ ഇഷ്ടമുള്ളപ്പോ നോക്കും. അതിന് നിനക്കെന്താണ്ടാ ഊള്? ഋഷി മനുവിന്റെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്താടാ രണ്ടും കൂടി ഇരുന്ന് പിറിവിറിക്കുന്നത്? മുത്തി രണ്ടുപേരെയും സംശയക്കണ്ടോടെ നോക്കി. മുത്തി, ഇവൻ പറയാണേ നാളെ തന്നെ ഹണിമൂണിന് പോണെന്ന്. മാത്രമല്ല നമ്മളൊക്കെ ഉണ്ടിലേ പോകുന്നുള്ളൂന്ന്. എന്തൊരു സ്നേഹമുള്ള കുട്ടി അല്ലേ മുത്തി? ഋഷി വായിലേക്ക് വെക്കാൻ പോയ ദോശയും പിടിച്ച് കണ്ണും തള്ളി മനുവിനെ നോക്കി. ഇപ്പോഴെങ്ങനെയുണ്ട്? മനു ഋഷി കേൾക്കാൻ പാത്തിനായി ചോദിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുള്ള തെണ്ടി. ഋഷി മനുവിനെ നോക്കി പല്ലികരിച്ചു. അത് അത്രയേ ഉള്ളൂ. ഋഷി മോന്റെ ആഗ്രഹം അതാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി പോകുന്നു. ഋഷിയുടെ പെട്ടിയിൽ അവസാനത്തെ ആണി ആഞ്ഞടിച്ചുകൊണ്ട് മുത്തി പ്രഖ്യാപിച്ചതും കാറ്റഴിച്ചു വിട്ട ബലൂൺ പോലെ ഋഷി ഇരുന്നു. അത് കണ്ട് ചിരി കടിച്ചമർത്തി മറ്റുള്ളവരും. ഋഷിയില്ലാത്ത നേരം നോക്കി തനു പാത്തും പതിഞ്ഞ് മുറിയിലേക്ക് എറിയുന്നു. പിന്നിൽ നിന്ന് കഥ കടഞ്ഞത് ഒരുമിച്ചായിരുന്നു. പിന്നിൽ നിന്ന് കഥ കടക്കാൻ ചേട്ടൻ എക്സ്പേർട്ടാണെന്ന് കുട്ടി ഓർത്തില്ലായിരുന്നു. ഞെട്ടി നിന്ന തനുവിന്റെ അരികിലേക്ക് കുസൃതി ചിരിയോടെ നടന്നെടുക്കും തോറും അവൾ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. മോൾ എത്ര നേരം ടോം ആൻഡ് ജെറി കളിക്കും? അവളുടെ ഇരു കൈകൾ കൊണ്ട് ലോക്കാക്കി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഞാൻ പോട്ടെ, മുത്തി തിരക്കും. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാ പറഞ്ഞു. പോവല്ലേ, ഒരു കാര്യം പറയട്ടെ എന്ന്.
അവളുടെ നെറ്റിത്തടത്തിൽ ചെറുതായി പൊടിഞ്ഞ വിയർപ്പിനെ തന്നെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. ഒരു കുഞ്ഞു സർപ്രൈസ്, ഒരു ചെറിയ യാത്ര. വൈകുന്നേരം റെഡിയായി നിൽക്കണേ. നമ്മൾ മാത്രമല്ല, എല്ലാവരും. ഞാനതിനായിട്ട് പുറത്തു പോവാ. വരുമ്പോഴേക്ക് റെഡിയായി നിന്നോ കേട്ടോ. എങ്ങോട്ടാണ് എന്തിനാണെന്നൊന്നും അറിയില്ലെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ തലയാട്ടി. പിന്നെ അവൾ വീണ്ടും ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഇന്നത്തെ രാത്രി മിസ്സാവും. അതിന്റെ കടം ഞാൻ നാളെ വീട്ടിക്കൊള്ളാമേ. ഇതൊരു ഇടക്കാല ആശ്വാസത്തിന്. അതും പറഞ്ഞ് അവിടെ ഇരിക്കവിളണെങ്കിലും മാറി മാറി ചുംബിച്ച് അവളിൽ നിന്ന് ഇറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്ന് പിന്നെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോയി. ചൊടിയിൽ ഊറി വന്ന പുഞ്ചിരിയോടാവും പോകുന്നത് നോക്കി അവൾ നിന്നു. എല്ലാവരും കൂടി ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഉത്സവാന്തരീക്ഷമായിരുന്നു അവിടെ. ഒരു പാന്റും കുറച്ച് ടീഷർട്ടും അത്യാവശ്യ സാധനങ്ങൾ എടുത്തു വെച്ചപ്പോൾ തന്നെ ആൺപ്രജകളുടെ പാക്കിംഗ് കഴിഞ്ഞു. മുത്തിയാണെങ്കിൽ സ്ഥിരതാമസത്തിന് പോകുന്ന പോലെ പാക്ക് ചെയ്യുന്നുണ്ട്. സെൽഫി സ്റ്റിക്ക് മുതൽ ഓരോ ഡ്രസ്സിനും മാച്ചായ കൂളിംഗ് ഗ്ലാസ് വരെ എടുത്തു വെച്ചിട്ടുണ്ട്. ഋഷി വൈകുന്നേരം എല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും അവൻ വിളിച്ചു പറഞ്ഞനുസരിച്ച് എല്ലാവരും റെഡിയായി നിന്നിരുന്നു വിത്ത് ലഗേജ്. അവൻ റൂമിൽ ചെന്നു. താനും ഡ്രസ്സ് ചെയ്യുകയാണ്. പെട്ടെന്ന് പണ്ടത്തെ ഓർമ്മയിൽ അവൻ പുറത്തിറങ്ങാൻ പോയതും അതേ സ്പീഡിൽ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു ഒരു വഷള ചിരിയോടെ അവിടെ അടുത്തേക്ക് വന്നു. അവന്റെ കണ്ണിലെ ചിരിയുടെ വശപ്പിശക്ക് മനസ്സിലായ താനും ഡ്രസ്സും ചുറ്റിപ്പിടിച്ച് പുറകിലേക്ക് മാറി. നീ എങ്ങോട്ടേ ഓടുന്നു? ചേട്ടനൊന്ന് കാണട്ടെ എന്ന് അവൻ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചുമ കളിക്കില്ല ഋഷിയേട്ടാ, മാറിക്കേ, ലേറ്റാവും, പോയി കുളിച്ചേ. ലേറ്റായാലേ ഞാനങ്ങ് സഹിക്കും. വെറുതെ വന്ന എന്നെ നീ പ്രലോഭിപ്പിച്ചിട്ടല്ലേ ഇങ്ങനെയൊക്കെ നിൽക്കാവോ പെണ്ണെ? അതൊരു രാവിലെ മുതൽ ദർശന സുഖം മാത്രം കിട്ടുന്ന ഈ ഉള്ളവന്റെ മുമ്പിൽ. അവളുടെ വയറിലൊന്ന് ഉള്ളിക്കൊണ്ട് പറഞ്ഞു. അവൾ വേദന കൊണ്ട് ഒച്ചയിട്ട് പോയി. പൊന്നു മോളെ, ചതിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും കിട്ടാൻ കാത്തിക്കാ പുറത്തേക്കുന്ന കാലൻ. ഒച്ചയിട്ട് അവനെ ഇങ്ങോട്ട് വരുത്തില്ലേ പ്ലീസ്. ഋഷി അവളുടെ വാപ്പത്തി കൊണ്ട് പറഞ്ഞു. അവളവനെ ഉന്തിത്തള്ളി കുളിക്കാൻ കയറ്റി വിട്ടു. കുളിച്ചിറങ്ങി നോക്കുമ്പോൾ ബാഗ് താനും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൻ വേഗം ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. എങ്ങോട്ടാ മോനെ? റെഡിയായി വന്ന ഋഷിയെ കണ്ടത് മുത്തി ആകാംക്ഷ അടക്കവയ്യാതെ ചോദിച്ചു. സൗത്തിന്റെ അധോലോകത്തേക്ക്, ദി ഗ്രേറ്റ് ബാംഗ്ലൂർ. ഋഷി പറഞ്ഞു. എല്ലാവരുടെയും മുഖം ഒരുപോലെ വാടി. തനു പരിഭവത്തോടെ അവനെ നോക്കി. അവനൊന്നുമില്ലെന്ന് അവളെ കണ്ണുകൾ കൊണ്ട് കാണിച്ചിട്ട് അവളുടെ മുഖത്ത് പരിഭവം നെളിച്ച് നിന്നു. അത് വേണോ മോനെ? മുത്തി ഋഷിയുടെ തോൾ കൈവച്ചുകൊണ്ട് ചോദിച്ചു. വേണം മുത്തി, നമ്മൾ നമുക്ക് അവകാശപ്പെട്ടിടത്തേക്കല്ലേ പോകുന്നത്. അതിന് പേടിക്കാനൊന്നുമില്ലല്ലോ, ഞാനില്ലേ. ആർക്കും ഋഷിയുടെ ഉദ്ദേശം മനസ്സിലായില്ലെങ്കിലും അവനെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് അവർക്കെല്ലാവരും പോലെ മനസ്സിലായി. ബാംഗ്ലൂരിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതും ഋഷി തനുവിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ശ്രീരാഗിന്റെ കൂടെ അവന്റെ ഫ്ലാറ്റിലേക്ക് വിട്ടു. പിന്നെ നേരെ തനുവുമായി മൽഹോത്ര മാൻഷനിലേക്ക്, അവളുടെ വീട്ടിലേക്ക്. മനു കൂടെ വരാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല അവൻ. തനുവിനെ കണ്ടവൻ സെക്യൂരിറ്റി ഉള്ളിലേക്ക് കടത്തി വിട്ടു. തനുവിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറി വരുന്ന ഋഷിയെ കണ്ട് അവളുടെ ചെറിയച്ഛൻ കോപം കൊണ്ട് വിറച്ചു. എന്ത് ധൈര്യത്തിലാണ് നായേ നീ ഇവിടെ കൈ പിടിച്ചിങ്ങോട്ട് കയറി വന്ന്? ഋഷിയുടെ കോളറിന് കുത്തി പിടിച്ചുകൊണ്ട് അയാളലറി. ഋഷി മുഖത്തൊരു ദേഷ്യം പോലും കാണിക്കാതെ അയാളുടെ കൈ ബലമായി പിടിച്ചു മാറ്റി. ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട. നിങ്ങളെ തേടി ഋഷിയോടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം മറ്റാരെക്കാളും നന്നായിട്ട് നിങ്ങൾക്കറിയാം. ഋഷി അയാളെ പുച്ഛഭാഗത്തോട് നോക്കിക്കൊണ്ട് തുടർന്നു. മനസ്സിലായില്ലെങ്കിൽ അമ്മാവിന് മനസ്സിലാവുന്ന ഭാഷയിൽ മരുമോൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ വെച്ചനുഭവിക്കുന്ന സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശിയാ ഈ നിൽക്കുന്ന തൻവീർ ഋഷഭ് മഹേന്ദ്രൻ ആയതിനാൽ. ഋഷി നാടകീയമായി പറഞ്ഞുകൊണ്ടൊരു ഗൂഢമായ ചിരിയോടെ അയാളെ നോക്കി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ലാതെ തന്നെ കാര്യം പറയാം. ആനന്ദ് മൽഹോത്രയുടെ സകല കമ്പനികളുടെയും തലപ്പത്ത് നാളെ മുതൽ ദാ ഇവളായിരിക്കും താമസം. ഈ വീട്ടിലും അങ്കിളും കുടുംബം ഇവിടുന്ന് പടിയിറങ്ങി തരേണ്ടതാണ്. ആ ചള്ളി ചക്ക, അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അയാൾ വെല്ലുവിളിയോടെ ഋഷിയെ നോക്കി. മതി, കാരണം ഈ സകല സ്വത്തുക്കളും നിയമപരമായിട്ട് തനുവിന്റെ പേരില്ല. ഞങ്ങൾ നിയമം വഴി മൂവ് ചെയ്താലും അമ്മാവന് പണി കിട്ടും. അതുകൊണ്ട് മാനിയിട്ട് ഇറങ്ങിത്തരുന്ന നമ്മൾ രണ്ടു കൂട്ടർക്കും നല്ലത്. ഭീഷണിയാണോ? അയാൾ ക്രൂരമായ ചിരിയോടെ ഋഷിയെ നോക്കി. അവന്റെ ചുണ്ടിലും തത്തി കളിച്ചു. പണ്ട് എപ്പോഴോ മറന്ന അതേ ചിരി. ഋഷിയുടെ ഭീഷണി എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ അങ്ങ് ബാംഗ്ലൂരിലേക്ക് കാണിച്ചു തരാന്നൊന്നുമല്ല. ബാംഗ്ലൂരായാലും കൊച്ചിയിലായാലും കൊന്നു തള്ളും ഞാൻ. പണ്ടത്തെ ഋഷിയെ നന്നായിട്ട് അറിയാലോ കുഞ്ഞമ്മാവന്. ഋഷി അയാൾ കേൾക്കാൻ പാത്തിന് മാത്രം പറഞ്ഞു. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇന്നൊരു ദിവസം കൂടി, നാളെ ഇറങ്ങണവിടെ നിന്ന് എന്നേക്കുമായി. ഇല്ലേൽ ബാക്കി അപ്പോ. അയാളെ നോക്കി അവസാന മുന്നറിയിപ്പും കൊടുത്ത് തനുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാളുടെ മനസ്സിൽ വേരിറങ്ങിയ പക അതിന്റെ ഉച്ചിയിൽ എത്തിയിരുന്നു. മനസ്സിലുടലെടുത്ത 1000 കണക്കൂട്ടലുകളുമായി അവരുടെ ജീവനെടുക്കാനുള്ള പകയാളുന്ന മനസ്സോടെ അവരുടെ പോക്ക് നോക്കി അയാൾ നിന്നു. ക്രൂരമായ പുഞ്ചിരിയോടെ ഗൂഢമായ ലക്ഷ്യങ്ങളോടെ നാളെ അവർക്കുള്ള സ്വീകരണം തയ്യാറാക്കാനായി. ഋഷിയും തനുവും തിരിച്ച് ഫ്ലാറ്റിൽ ചെന്നും അവരെല്ലാം കിടന്നിട്ടുണ്ടായിരുന്നു. മുത്തിയും തീയ റൂമിലും ആദി ഉണ്ണിയും മറ്റേ റൂമിലും. പാവം ഫ്ലാറ്റിന്റെ മുതലാളി ശ്രീകുട്ട ഹാളിൽ നിലത്തിടപ്പുണ്ട്. ഞങ്ങളിനി അടുക്കളയിൽ കിടക്കണമായിരിക്കും.
ഋഷി ഇതെല്ലാം കണ്ട് പിറുവിറുത്ത് കലിപ്പോടെ ചുറ്റും നോക്കി. തനു ചിരിക്ക് അടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അവന്റെ പിറുവിറുപ്പും നിൽപ്പും കണ്ടിട്ട് അവൾക്ക് ചിരിയടക്കാൻ പറ്റിയില്ല. ചിരി പുറത്തേക്ക് വന്ന് ഋഷി അവളെ തറപ്പിച്ചു നോക്കി. എന്തിനാണ് നിന്ന് കിണിക്കുന്നത്? നിന്നെ മറ്റവൻ ചത്തോ? അവന്റെ ഭാവം കണ്ട് പൊട്ടി വന്ന ചിരി ഒരു പൊട്ടിച്ചിരിയായി മാറിയതും ഋഷി കലിപ്പുമോട് പിന്നെ ഓണാക്കി. തനു പിന്നെയും ചിരി നിർത്താനുള്ള ഉദ്ദേശമൊന്നുമില്ല. അവന് നിൽപ്പും ഭാവവും പിറുവിറുക്കലും അവളിറക്കിയ വയറുകുത്തി ചിരിച്ചുപോയി. പിന്നെ ഒന്നും നോക്കിയില്ല. ചിരിച്ചു നോക്കുന്ന അവളെയും പൊക്കി തോളിട്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. ടെറസിന്റെ മുകളിലെത്തിയിട്ടാണ് താഴെ നിർത്തിയത്. എന്നാ മുടിഞ്ഞ വെയിറ്റ് ആവണേ, നടുടിഞ്ഞല്ലോ എന്റെ. ഋഷി തണ്ടലിന് കൈ കൊടുത്തുന്നോണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ പൊക്കിക്കൊണ്ടുവരാൻ. ആൾ അവനെ നോക്കി മുഖം കൂർപ്പിച്ചു. എന്റെ മോളൊന്നും ചോദിക്കില്ലല്ലോ, അതല്ലേ ചേട്ടൻ അറിഞ്ഞുകൊണ്ട് തരുന്നത്. അതും പറഞ്ഞൊരു വഷളച്ചിരിയോടെ അവനവളുടെ നേർക്ക് നടന്നെടുത്തവും അവൾ തിരിഞ്ഞോടാൻ പോയതും അവന്റെ പിടി അവളിൽ വീണിരുന്നു. എങ്ങോട്ടായി ഓടുന്നത്? അവൻ അവളെയും കൊണ്ട് താഴേക്കിരുന്നു. അവളെയും നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അവളുടെ കാലുകളിൽ കാലുകൾ കൊരുത്തവനിരുന്നു. അവളുടെ മുകളിൽ ആ നിശ്വാസം അവന്റെ കാതിൽ പതിഞ്ഞതും അവനൊന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ ഋഷിയേട്ടൻ കേൾക്കുവോ? ആൾ അവനെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് ചോദിച്ചു. കേൾക്കേണ്ടതാണെങ്കിൽ കേൾക്കും. അത് കേട്ടതും അവൾ കുറുമ്പോടെ തലപൊക്കി നോക്കി. നീ പറയടി. നമുക്കൊന്നും വേണ്ട ഋഷിയേട്ടാ, എല്ലാം അയാൾ എടുത്തോട്ടെ. നമുക്ക് നാട്ടിൽ പോവാം, സമാധാനമായിട്ട് ജീവിച്ചാൽ മതി. എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട പ്ലീസ്. എനിക്ക് ഋഷിയേട്ടനെ നമ്മുടെ കുടുംബം അത് മാത്രം മതി, വേറൊന്നും വേണ്ട. നമുക്ക് പോവാ നീ. അവൾ പറഞ്ഞിട്ട് അവനൊന്നും മിണ്ടായിരിക്കുന്നുണ്ട്. അവൾ തല ഉയർത്തി നോക്കി. എന്തോ ആലോചിച്ചിരിപ്പാണ്. ഞാൻ പറഞ്ഞ വല്ലതും കേട്ടോ? ആളോ എന്റെ മുഖം പിടിച്ച് തന്നെ നേർക്ക് തിരിച്ചു. അതങ്ങനെയല്ല തനിക്കുട്ട. എന്റെ മോളിപ്പോൾ അതൊന്നും ആലോചിക്കണ്ട. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തന്നെ കിട്ടും, അത് എന്ത് തന്നെയാണെങ്കിലും. അവന്റെ മുഖത്ത് ദൃഢനിശ്ചയം കണ്ടതും പിന്നെ അവളൊന്നും പറഞ്ഞില്ല. എന്നാലും നമ്മുടെ സെക്കൻഡ് നൈറ്റ് ആ മറുതുകളെല്ലാം കൂടെ കൊളാക്കി കളഞ്ഞല്ലോ. നമുക്ക് എന്നും ടെറസ് തന്നെയാണ് വിരിച്ചിരിക്കുന്ന മോളെ. ഋഷി ഇരുന്ന് എണ്ണിപ്പെറുക്കുന്നുണ്ട്. അയ്യടാ, ആനക്കാര്യം പറയുമ്പോഴാ ഒരു ചേനക്കാര്യം. നിനക്കിത് ആനക്കാര്യൊന്നും അല്ലായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. സ്വന്തം ഭാര്യ 6 മാസം നോക്കിയിരുന്നതിന്റെ അവസ്ഥയെ. അത് കയ്യിലിരിപ്പുണ്ടല്ലേ, എല്ലാം മുന്നേ പറയായിരുന്നില്ല എന്നോട്? അവൾ പരിഭവത്തോടെ അവനെ നോക്കി. ശരിയാ, എന്റെ തെറ്റാ, പേടിച്ചിട്ടാ മോളെ നീ എന്നെ വിട്ടു പോവെന്ന്. ആനോളെ മുറുക്കെ ചേർത്ത് പിടിച്ച്. ഓർക്കുന്നുണ്ടോ നമ്മുടെ കല്യാണത്തലേന്ന് ഞാൻ നിന്നെ കാണാമെന്ന്? എല്ലാം പറയണം, മനസ്സിന്റെ ഭാരം മുഴുവൻ ഇറക്കണമെന്ന് വിചാരിച്ചു വന്ന. പക്ഷേ നിന്റെ അവസ്ഥ കണ്ടപ്പോ ഇനിയും വിഷമിപ്പിക്കണ തോന്നിയിട്ടാ മോളെ ഞാൻ. അവന്റെ കണ്ണിൽ നിന്നൊരു തുള്ളിയിട്ട് അവളുടെ നെറുകയിൽ പതിച്ചു. അവൾ പതിയെ അവനെ നെഞ്ചിൽ നിന്ന് മുഖം വളർത്തി ആ മുഖം കൈകളിൽ കോരിയെടുത്തു. തന്റെ കവിളിൽ കൊണ്ട് തുടച്ചു മാറ്റി ആ കണ്ണിൽ നിന്ന് ഉതിർന്ന മെഴുനീർ കണങ്ങൾ. പൊന്നു മോളെ ചതിക്കല്ലേ, എന്റെ കയ്യിൽ നിന്ന് പോയി പോവും. പിന്നെ ടെറസാണെന്ന് ഞാൻ നോക്കൂല കേട്ടോ. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു. അവൾ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. തണുക്കുന്നു ഋഷിയേട്ടാ. പുറത്തുനിന്നുള്ള കാറ്റിന്റെ ശക്തി കൂടിയപ്പോൾ അവൾ കുറുകിക്കൊണ്ട് പറഞ്ഞു. അവൻ തന്നെ ഷർട്ടിന്റെ ബട്ടൺ മൊത്തത്തിൽ അഴിച്ച് അവളെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർത്തിരുത്തി ഷർട്ട് കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. കാൽപാദം അവളുടെ ഇതിനോട് ചേർത്ത് വെച്ചു. ഇപ്പോഴോ തണുക്കുന്നുണ്ടോ? അവളില്ലെന്ന് പറഞ്ഞു അവന്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു. വെറുതെ മനുഷ്യനെ ഇളക്കരുത് കേട്ടല്ലോ. എങ്ങനെ കടിച്ചു പിടിച്ചിരിക്കണമെന്ന് എനിക്കറിയാം. എന്റെ ആഞ്ജനേയ സ്വാമി, ഉറക്കം വരണം. അവളുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. രാത്രി ഒരുപാടായിരുന്നു. ഉറങ്ങിക്കോ, ഇതുപോലെ നെഞ്ചോട് ചേർന്ന് നീ ഉറങ്ങും, ഈ ഹൃദയതാളം നിൽക്കുന്നവരെ. അവൻ പറഞ്ഞു തീരുന്ന മുന്നേ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനും. രാവിലെ എഴുന്നേറ്റ് രണ്ടും കൂടെ താഴെ ചെല്ലുമ്പോൾ ഫ്ലാറ്റിനകത്ത് പൊരിഞ്ഞ ബഹളമാണ്. അവർ കാര്യം മനസ്സിലാവാതെ എല്ലാവരെയും മാറി മാറി നോക്കി. എന്താണ് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? അല്ല, മക്കൾ ടെറസിൽ സ്ഥിരാക്കിയോ? മനു ഋഷിയെ കണ്ണാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ടെറസിലും വേണമെങ്കിൽ ഓപ്പണായി മുറ്റത്ത് പോയി കിടക്കും. നീ ആരാടാ ചോദിക്കാൻ? നിനക്ക് ഒരെണ്ണത്തിന് തന്നിട്ടുണ്ടല്ലോ, എവിടെ അവള്? ഋഷി കൊടുക്കുന്നുണ്ട് തിരിച്ചും. ആ ലവള് കാണിക്കുന്നതിന്റെ ബഹളായി നടക്കുന്നു. എന്താ? ഋഷി മനസ്സിലാവാതെ മനുവിനെ നോക്കി. നിന്റെ പുന്നാരപ്പങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയിട്ടുണ്ട് അടുക്കളയിൽ. ഒറ്റയാളെ പരിസരത്തേക്ക് അടുപ്പിക്കുന്നില്ല. ഇന്നെന്തെങ്കിലുമൊക്കെ നടക്കും. ദൈവമേ, ആരവളീ കടുങ്കി ചെയ്യാൻ വിട്ടത്? അപ്പൊ ഇന്ന് പട്ടിണി. ഋഷി അടുക്കളയിലേക്ക് നോയിക്കൊണ്ട് നെഞ്ചത്ത് കൈവച്ചു. എന്താണ് എന്റെ പെണ്ണിന്റെ പാചകത്തിന്റെ കുഴപ്പം? നീയൊന്നും അത്ര ബുദ്ധിമുട്ടി തിന്നണ്ട. അല്ല പിന്നെ. മനു ഋഷിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ഒന്നുമില്ല മോനെ, അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. അതും പറഞ്ഞ ഋഷി തനുവിനെയും കൊണ്ട് ഫ്രഷ് ആവാൻ പോയി. എല്ലാവരും ഡൈനിങ് ടേബിളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദിയ ചപ്പാത്തി നിറച്ച കാസറോളുമായി അടുക്കളയിൽ നിന്ന് രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. അവളുടെ കോലം കണ്ടെല്ലാം അന്തം വിട്ട് ഇരിപ്പുണ്ട്. മുഖത്തും തലയിലും മേലുമൊക്കെ മൊത്തം ഗോതമ്പ് പൊടി ഏകദേശം സിമെന്റ് കൂനിൽ വീണ പോലെയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് റെഡി.
ദിയ അഭിമാനത്തോടെ ഓരോരുത്തർക്കും ചപ്പാത്തി വിളമ്പിക്കൊടുത്തു. അവരെല്ലാം ചപ്പാത്തി കയ്യിൽ പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കി അവളെ തന്നെ തുറിച്ച് നോക്കുന്നുണ്ട്. ഇത് ഇന്ത്യയാണോ മനുവേട്ടോ? കണ്ടിട്ട് ഇന്ത്യക്ക് ശ്രീലങ്കയിലുണ്ടായ ബംഗാളി കുട്ടികളെ പോലെ ഉണ്ട് മോനെ. ഒന്നും നോക്കണ്ട, പിച്ചി കീറി കുത്തിക്കയറ്റി നക്കിക്കോ. ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ട് എല്ലാവരുടെയും കിളി പോയിരിക്കുകയാണ്. ഇത് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, വീശാൻ ഉപയോഗിക്കാം. ഇതുപോലെ പപ്പടം പോലെ ഇരിക്കുന്ന ചപ്പാത്തി വീശി കാണിച്ചുകൊണ്ട് മനു പറഞ്ഞു. എല്ലാം മനുവേട്ടന്റെ മുജ്ജന്മ പുണ്യം. ആദ്യ ചപ്പാത്തി കൊണ്ട് വീശി കളിക്കുന്ന മനുവിനെയും അവനെ തന്നെ നോക്കി പേടിപ്പിക്കുന്ന ദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് കറി വന്ന് കണ്ടത്. ഋഷി മനുവിനെ നോക്കി. മനുവിന്റെ കണ്ണുകളും തള്ളിയിട്ടുണ്ട്. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.